ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1767 ദിവസമായ ഇന്ന് 2026 മാർച്ച് മാസം 17 ചൊവ്വാഴ്ച, 1201 ആണ്ട് മീനമാസം 3 ഗുരുവചനങ്ങളിലൂടെ. മുള നഷ്ടപ്പെട്ടാൽ വിത്ത് ഉണ്ടാകില്ല. അതുപോലെ വൈരാഗ്യമില്ലാത്തവനും തിരിച്ചറിവില്ലാത്തവനുമായ പുരുഷൻ സന്യസിച്ചാൽ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് സന്യാസം പൂർത്തിയാക്കാൻ അവന് സാധിക്കാതെ വരും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ അടിയും തിരിച്ചടിയും എന്ന് വിവരിക്കുന്നതിൻ്റെ 9ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വ്യക്തമായൊരു പ്രയോജനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചിന്താപദ്ധതിയും പ്രമാണശാസ്ത്രവും തത്വോപദേശത്തിൽ സ്വീകരിച്ചിരിക്കണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ട്. പ്രകടമായിട്ടില്ലെങ്കിലും ഇവ അന്തർഗതമായിരിക്കുകയെങ്കിലും വേണം. സംശയങ്ങളെല്ലാം നിവർത്തിച്ച് സുനിശ്ചിതമായ ഒരു സിദ്ധാന്തത്തിൽ എത്തിച്ചേരുന്ന തരത്തിലുള്ളതായിരിക്കണം അത്. പ്രമാണങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കുമെന്നുള്ളപ്പോൾ അവയ്ക്കനുസരിച്ച് തന്നെ ചിന്തയ്ക്ക് രൂപം നൽകണം. പ്രമാണങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത തലത്തിലുള്ളതാണ് ചിന്തയെങ്കിൽ ആ കാര്യവും വ്യക്തമായിരിക്കണം. അറിവ് നേടുക എന്നത് ബുദ്ധിപരമായൊരു ആഡംബരം മാത്രമായി പോകരുത്. ഊണിന് മധുരപലഹാരങ്ങൾ മാത്രം പോരാ, നല്ല ചോറും കറികളും വേണം. പ്രതിപാദന രീതി അവ്യക്തമായി പോയാൽ ആളുകൾ വിശ്വാസ പ്രമാണങ്ങളെ അന്ധമായി അംഗീകരിക്കാൻ ഇടയാകും. സിദ്ധാന്തപരമായ അവ്യക്തതയ്ക്കും അത് ഇടയാക്കും. ആത്മസംബന്ധിയായ പ്രസ്താവനകൾ യാഥാർത്ഥ്യങ്ങളെ, ഉന്മയെ മുറുകെ പിടിക്കുന്നതാവണം. അത് അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ വേണം താൻ. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.